ഈ ഭൂമി എൻ്റെ അമ്മയുടേതാണ്. അമ്മയുടെ ഗുരുകുലത്തിന്റെ സ്വന്തമാണ്. നിങ്ങൾക്ക് ഇവിടെ കഴിയാവുന്നതാണ്. നിങ്ങളിവിടെ സുരക്ഷിതരായിരിക്കും. വന്നോളൂ, അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നോളൂ. ശിവയുടെ അമ്മേ, അവനെപ്പോഴും തനിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം. അതെ അമ്മേ, ശിവന് കളികളിൽ പോലും താല്പര്യമില്ല. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. ദേവി, അവൻ കൈലാസവാസിയായ ശിവനാണ്. ഏകാന്തതയും ധ്യാനവും മൗനവുമാണ് ശീലം. പക്ഷെ അവനിപ്പോ ഭൂമിയിലെ അന്തേവാസിയായ ഒരു സാധാരണ കുഞ്ഞാണ്. അവൻ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഋഷിവര്യ. അങ്ങ് നാരായണനെയും ദേവനെയും ശ്രദ്ധിച്ചോളൂ. ഞാൻ ശിവയ്ക്കുള്ള ഭക്ഷണവുമായി പോവുകയാണ്. ആ, തീർച്ചയായും. ദേവിയുടെ ഉത്തരവ് നിരസിക്കാൻ ആർക്കാണ് ധൈര്യം? പെട്ടെന്ന് തന്നെ ഭക്ഷണവുമായി അവന്റെ അടുത്തേക്ക് പോയാലും. ഇനി ഒരുപക്ഷെ ശിവ ഇപ്പോൾ ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞുവെങ്കിൽ എന്തു ചെയ്യും? ശിവ, എന്താ അമ്മേ? ഭക്ഷണം കഴിക്കും. ആരെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് വരെ എന്റെ ശിവയ്ക്ക് വിശപ്പുണ്ടാകാറേയില്ല. മതിയാക്കൂ മഹാദേവ, എന്റെ വിശപ്പടങ്ങി. എനിക്ക് തോന്നുന്നത് അങ്ങയുടെ പക്കൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ 4 ജന്മത്തേക്കുള്ള വിശപ്പകലുമെന്നാണ്. വിശപ്പടങ്ങിയോ ശിവ? അമ്മേ, അവിടുന്ന് എന്നെ വിളിച്ച നിമിഷം തന്നെ എന്റെ വിശപ്പെല്ലാം അടങ്ങിയിരുന്നു. എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? അമ്മ ഇത്രയും സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയുന്നേ? ഇത്രയും സ്നേഹത്തോടെ അവിടെ നിന്ന് എനിക്ക് ഭക്ഷണം നൽകുമ്പോൾ ഞാൻ എങ്ങനെ അനാദരവ് കാണിക്കും? എനിക്കറിയാം, അവിടുന്ന് എല്ലാ ആവശ്യങ്ങൾക്കും അതീതനാണ് മഹാദേവ. വിശപ്പ്, ക്രോധം, ദുഷ്ചിന്തകൾ ഇവയൊന്നും അങ്ങയെ ബാധിക്കുകയില്ല. പക്ഷെ
അങ്ങ് എന്റെ പുത്രനായതിനാൽ അങ്ങേ ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ മാതൃത്വത്തിന്റെ ചുമതലയാണ്. വിശപ്പടങ്ങിയാൽ അത് തുറന്നു പറയേണ്ടതാണ്. തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം നൽകുന്നവർക്ക് അത് അപമാനമായി ഭവിക്കും. തീർച്ചയായും അമ്മേ, ഞാൻ അവിടുത്തെ ഈ വാക്കുകൾ എന്ന് സ്മരിക്കുന്നതാണ്. പ്രേമത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മറ്റൊന്നിനും അതിരുകൾ ഉണ്ടാവില്ലേ? പ്രേമത്തിന് യാതൊരു അതിരുകളുമില്ല പാർവതി. പ്രേമം അതിരുകളുടെ ബന്ധനങ്ങൾക്ക് മുകളിലാണ്. അനന്തമായ പ്രേമം വ്യത്യസ്തങ്ങളായ രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്നായി ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ പോലെ. ഇത്രയും താമസമോ മഹാദേവ? എന്തുകൊണ്ട്? അപരാധം പ്രവർത്തിച്ചു. ഞാനൊരു മഹാപരാധം പ്രവർത്തിച്ചു മഹാദേവ. ഞാൻ എന്റെ ആഗ്രഹം അങ്ങയോട് പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയി. അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കണമെന്ന്, മാതൃത്വം അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ്. ഞാൻ എന്റെ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് മഹാദേവ. ദയവായി തിരികെ വന്നാലും എനിക്ക് സ്വീകാര്യമായ അങ്ങയുടെ രൂപത്തിൽ തന്നെ തിരികെ വന്നാലും മഹാദേവ. അങ്ങയുടെ പാർവതിയുടെ അടുക്കലേക്ക് തിരികെ വന്നാലും ഞാൻ ഉറപ്പ് തരികയാണ്, അങ്ങയുടെ പത്നി, അങ്ങയുടെ അർത്ഥാംഗിനി അങ്ങയ്ക്ക് ഉറപ്പ് തരുന്നു മഹാദേവ. ഇന്നു മുതൽ ഞാൻ അങ്ങയോട് എന്റെ ഒരാഗ്രഹവും പ്രകടിപ്പിക്കുകയില്ല. ഒരാഗ്രഹത്തിന് വേണ്ടിയും എനിക്കിനി അങ്ങയെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നതല്ല. തിരികെ വന്നാലും മഹാദേവ, തിരികെ വന്നാലും അങ്ങയുടെ ശക്തി അങ്ങയുടെ അസാന്നിധ്യത്തിൽ അപൂർണയാണ്. അവിടുന്ന് തിരികെ വന്നാലും, അവിടുന്ന് തിരികെ വന്നാലും, തിരികെ വന്നാലും മഹാദേവ, തിരികെ വന്നാലും. ശിവ, ശിവ എവിടെ പോയി? ശിവ
മഹാദേവൻ ബാലരൂപം ധരിച്ചുവെങ്കിലും 3 ലോകങ്ങളുടെയും സംരക്ഷണ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സഹോദരി ലക്ഷ്മി, ഇത്തരമൊരു പ്രവൃത്തി ആർക്കെങ്കിലും സാധ്യമാകുന്നുണ്ടെങ്കിൽ അത് മഹാദേവന് മാത്രമായിരിക്കും. പക്ഷേ മഹാദേവന് സർവ്വതും സ്മരണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ബാലരൂപത്തിന്റെ പൊരുൾ എന്താണ്? സഹോദരി, മഹാദേവന്റെ ശക്തികളും അദ്ദേഹത്തെ പോലെ സ്വയംഭൂവാണ്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും സ്വയം പ്രതിഫലിക്കുന്നു. അതിന് ബാഹ്യമായ സഹായങ്ങൾ ആവശ്യമില്ല. മഹാദേവൻ തന്റെ ഭൂതകാലം മറന്നിട്ടുണ്ടാവാം, പക്ഷെ അദ്ദേഹത്തിന്റെ ശക്തികൾ യഥാസമയം തന്നെ ആവശ്യാനുസരണം സ്വയം പ്രതിഫലിക്കുന്നു. ശിവന്റെ ഈ ബാലരൂപം തീർച്ചയായും മറ്റൊരു ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരിക്കും. ദേവി, നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടതാണ്. അദ്ദേഹം പ്രപഞ്ചവുമായി സംവദിക്കുന്ന സമയമാണിത്. വരൂ. ഈ സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഋഷിവര്യ. ശിവന്റെ തൃക്കണ്ണ് ക്രോധത്തിന്റെ പ്രതീകമാണ്, സംഹാരത്തിന്റെ പ്രതീകമാണ്. ശിവന്റെ സംഹാരം നാം മനസ്സിലാക്കുന്ന സംഹാരമല്ല ദേവി. പുനഃസ്ഥാപനത്തിന്റെ ആ ബീജത്തിൽ നിന്നും പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമുണ്ടാകുന്നു. ഒരമ്മയുടെ ഹൃദയത്തിന് ഇത്തരം നിഗൂഢമായ വസ്തുതകൾ ഗ്രഹിക്കാനാവുകയില്ല ഋഷിവര്യ. അതിന് കാരണമെന്തെന്നാൽ അവിടുത്തെ ഹൃദയം എപ്പോഴും വാത്സല്യഭാവത്തോടെ മാത്രമാണ് ബാലകനായ ശിവനെ ദർശിക്കുന്നത്. പകരം അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചാലും അവിടുത്തെ പുത്രനായ ശിവയുടെ ശരീരത്തിനുള്ളിലാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ സമസ്ത ശക്തികളും പൂർണ്ണ രൂപത്തിൽ കുടിയിരിക്കുന്നത് എന്ന്. മൂന്ന് ലോകങ്ങളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം തന്റെ തൃക്കണ്ണ് തുറന്നിരിക്കുകയാണ് ദേവി. ബാലരൂപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സമസ്ത ലോകങ്ങളെയും സംരക്ഷിക്കുന്നത് മഹാദേവന്റെ ലീലകളിൽ ഒന്നു മാത്രമാണ്. പക്ഷെ അവൻ എന്റെ പുത്രനാണ് ഋഷിവര്യ. ശിവനെ പുത്രനായി ലഭിച്ചത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇവയൊന്നും സാധാരണ നേട്ടങ്ങളല്ല ദേവി. അദ്ദേഹം സർവ്വതിന്റെയും അധികാരിയാണ്. അതേസമയം അദ്ദേഹം സർവ്വതിൽ നിന്നും വിരക്തനുമാണ്. അദ്ദേഹം സർവവ്യാപിയായിരുന്നിട്ടും നമ്മൾ രണ്ടുപേരും അദ്ദേഹത്തെ നമ്മുടെ പുത്രൻ ബാലശിവയുടെ രൂപത്തിൽ കാണുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ മാത്രമായി നിലനിൽക്കുന്നില്ല, ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭക്തർ രൂപമില്ലാത്തവനെന്ന് വിളിക്കുന്നത്. അമ്മേ, അവിടെ പുറത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ എന്ത് സംഭവിച്ചെന്നാണമ്മേ? നിനക്ക് സത്യമായി അവിടെ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ലേ? അമ്മേ, അവിടെ തന്നെ കഴിഞ്ഞ ദിനം പഠിപ്പിച്ചത് എന്താണോ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഞാനിവിടെ ത്രിദേവിമാരോട് അപേക്ഷയുമായാണ് വന്നിരിക്കുന്നത്. ത്രിമൂർത്തികളുടെ അസാന്നിധ്യത്തിൽ അവരുടെ പത്നിമാരായതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മൂവരുമാണ് ഇനി പ്രപഞ്ചത്തിന്റെ ഗതിവിക്രയങ്ങൾ വഹിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈ പ്രപഞ്ചം വലിയ ദുർഘടനയെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ദേവരാജൻ ഇന്ദ്ര, പ്രപഞ്ചത്തിന്റെ ഗതി നിർണയിക്കുന്നത് ത്രിമൂർത്തികളാണ്. ആ ചുമതല അവർ തന്നെ വഹിക്കേണ്ടതാണ്. ത്രിമൂർത്തികളെ നിർവാണഭിക്ഷ ആവശ്യപ്പെട്ട് ഭൂമിയിലേക്ക് അയച്ചത് ഞാനായതിനാൽ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും എന്റേതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ എത്രയും വേഗം അവരെ തിരികെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആശങ്കയും അവസാനിക്കാൻ അത് സഹായകമാകും ദേവി. ക്ഷമിക്കണം മാതാവേ, അവിടുന്ന് മൂവരുടെയും പ്രയാസങ്ങൾ എത്രത്തോളമാണെന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ഇനി മറ്റാരെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ്. മതിയാക്കൂ നാരദ മഹർഷി. അങ്ങയുടെ വിചാരങ്ങൾ അങ്ങയുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങയുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളല്ല, വിനാശകരമായ വിസ്ഫോടനങ്ങളാണ്. അങ്ങ് ഞങ്ങളുടെ കൈലാസത്തിൽ വന്നത് മുതൽ കൈലാസത്തിന് അതിന്റെ ഗുണങ്ങൾ നഷ്ടമായി തുടങ്ങി. എനിക്ക് നല്ല സംശയമുണ്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം അങ്ങയുടെ കുതന്ത്രങ്ങളാണെന്ന്.